എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരില് ഇപ്പം MSG ചോദിച്ച ബാക്കി എല്ലാവരും റിസ്ക് എടുക്കണവരാണല്ലോ. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSG പറഞ്ഞാൽ റിസ്ക് എടുക്കണത് ബുദ്ധിമുട്ടുള്ള പണിയാന്ന്. അപ്പൊ റിസ്ക് എടുക്കുമ്പോ അവിടെ നിന്ന് ഒരു മാഡം പറഞ്ഞു റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അവര് ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളവർ റിസ്ക് എടുത്താൽ രക്ഷപ്പെടുള്ളൂ എന്നുള്ളത്. പ്രളയവും കോവിഡൊക്കെ വന്നപ്പം ഈ റിസ്ക് എടുക്കുന്നവരുള്ളതുകൊണ്ടാണ് കുറെ ജീവനുകൾ രക്ഷിക്കാൻ പറ്റിയത്. യാതൊരു സംശയം കരുതില്ല. കാരണം ഒട്ടനവധി വെള്ളത്തിൽ പോയാലും കോവിഡ് വന്നവരൊക്കെ റിസ്ക് എടുക്കണം. എനിക്ക് ഇങ്ങനെ ഈ റിസ്ക് എടുക്കണതിൽ ആണും പെണ്ണൊന്നുമില്ലല്ലോ, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ കൂടുതലും പെണ്ണുങ്ങളെ റിസ്ക് എടുത്തവർ 7 പേരുണ്ട്, ആണുങ്ങൾ 6 പേരേ ഉള്ളൂ. MSG റിസ്ക് എടുക്കാത്ത ആളാണല്ലോ ഈ മെയിൻ ഡേയ്സിലിരിക്കുന്നവരില്. അപ്പൊ എന്താ പക്ഷെ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ താല്പര്യമുള്ള ആളുകളില് ഇപ്പൊ ചിലപ്പോ സാമ്പത്തികം ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് കുറെ പേര് ലോൺ എടുത്ത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇവർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സഹായം കിട്ടാനുള്ള മാർഗങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്ന് ഇതിൽ അറിയാമോ? അല്ല, എന്റെ പ്രദേശത്ത് ഒരാൾക്ക് വന്നത് എന്നെ കഴിയാവുന്ന ഞാൻ ചെയ്തു കൊടുക്കും. ഇവർക്ക് എങ്ങനെയും കിട്ടിയ ആ മാർഗം പറഞ്ഞു കൊടുത്താൽ ഇത് കേൾക്കുന്നവർക്ക് എളുപ്പമായിരിക്കും. അതെ, സ്പോൺസറിന്റെ കാര്യം ചോദിച്ചില്ലേ, പൈസ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ പാട്. ഇതെല്ലാം ഈ ചെയ്യുന്ന ബൈക്ക് ആയാലും കാർ ആയാലും മൗണ്ടൻ ആയാലും എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പറയുന്നതല്ല, ഭയങ്കര പാടാണ്. സ്പോൺസറിന്റെ കഥ എനിക്കറിയാം. ഇദ്ദേഹമാണെങ്കിലും അല്ല, ഞങ്ങൾ ഇരിക്കുന്ന ഈ മേഖലയിലുള്ള എല്ലാവർക്കും ഫിനാൻഷ്യൽ, അതായത് ഇപ്പൊ മോട്ടോർ സ്പോർട്സ് ഞാൻ പറയാം, അതില് വളരെ എക്സ്പെൻസീവ് ആണ്. സൈക്കിളിന്റെ പ്രിപ്പറേഷൻ, നമ്മുടെ പ്രിപ്പറേഷൻ, ഇതിന്റെ ഗിയേഴ്സ് ഒക്കെ ആണെങ്കിലും 2 ലക്ഷം രൂപ വർത്തുള്ള റാലി സ്യൂട്ടും ഇന്നേഴ്സും ഹെൽമെറ്റ് ഒക്കെ ഒരു എണ്ണത്തിന് ഒരു മിനിമം 50,000 രൂപ. ഇവിടെ ആൾക്കാർ ജീവിക്കാൻ പാടുപെടുന്ന സമയത്ത് വണ്ടിയാണെങ്കിലും ഒന്ന് മറിഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് റാലിയിൽ ഞാൻ മറിഞ്ഞു, വീണ്ടും 4 കാലി വണ്ടി നിന്നു, എടുത്ത് ഓടിച്ചു പോയിട്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പൊ വണ്ടി അതുപോലെ സ്പെക്കാർ, അകത്തൂടെ റോൾ ഗേജ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഫുള്ളി കവേർഡ് ആണ്, ഫുൾ പാക്ഡ്. അപ്പം വണ്ടി മറിഞ്ഞ് എത്ര മറിഞ്ഞെന്ന് പറഞ്ഞാലും ഒന്നും പറ്റത്തില്ല. അപ്പം അതുപോലെ സേഫ്റ്റി കാര്യം ആഡോണാകുമ്പോഴത്തേക്കും പൈസയും അതനുസരിച്ചിട്ട് കൂടും. മനസ്സിലായി. ആർജി അംബിക, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചാനൽ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ സാർ എന്നോട് ചോദിച്ചില്ല 44-ാമത്തെ വയസ്സിലാണോ ഇത് വണ്ടി ഓടിക്കാൻ പഠിച്ചത്. സത്യത്തിൽ ഈ അല്ലല്ല, ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പോലെ തന്നെ വണ്ടി ഓടിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. പലരോടും ചോദിച്ചിട്ടുണ്ട്, ആരും വണ്ടി തന്നിട്ടില്ല. അപ്പൊ ഇത് ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സ്വന്തമായി പഠിച്ചത്. പക്ഷെ ഈ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്, കേരളം വിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഇത് എങ്ങോട്ട് രമേശ് ജി ചോദിക്കുന്ന മാതിരി ഒരു പ്രിക്വേഷനും ഇല്ലാണ്ട് ഈ 47 ദിവസത്തെ ഒരു റൂട്ട് മാപ്പ് തന്നെ ഞാൻ 1 മാസം കുത്തിയിരുന്നാണ് ഇത് പഠിച്ചത്. കാരണം ഞാനൊരു റൈഡേഴ്സ് ഗ്രൂപ്പിലില്ല, മറ്റ് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം മാത്രമാണ്. പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പല സ്ത്രീകളും പുരുഷന്മാരും പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇത് എങ്ങനെ പോകണം, ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 45+ ആണ്. ആ ഒരു ഏജിലുള്ളവർക്ക് പലർക്കും ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ തന്നെ യാത്ര ചെയ്യണം, പറയാൻ പേടിയിട്ട് എങ്ങനെ പോകും എന്നുള്ള പ്രശ്നമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്സ് വളരെ കുറവായതുകൊണ്ട് മാത്രം പറ്റിപ്പോയൊരു കാര്യമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ ആളുകൾ അല്ലെങ്കിൽ നമ്മളൊരു പാഷനേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൽ റിസ്ക് എലമെന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഇതിലേക്ക് എത്തുന്നത്. ഇതിലേക്ക് വരുന്നത് ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന, അതായത് ഇപ്പൊ ഞാൻ ആദ്യം വാഗമണ്ണ പോയി തുടങ്ങിയ, അത് എന്റെ ജേണി വാഗമണ്ണ് പോയി തുടങ്ങിയ ഞാൻ ഇന്തോനേഷ്യയിൽ പോയി, ഞാൻ ദുബായിൽ പോയി റൈഡ് ചെയ്തു, ഇന്തോനേഷ്യക്ക് റൈഡ് ചെയ്തു. എനിക്ക് അതിനുള്ള സാമ്പത്തികം പെട്ടെന്ന് ഉണ്ടായില്ല. നമ്മൾ ചെറുതിന്ന് കയറി വന്നതാണ്. അത് എങ്ങനെ കയറി വരുമെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ നമ്മൾ ചെറുത് പോണൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പല ബ്രാൻഡുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതായത് ആ ബ്രാൻഡുകളിൽ ഇപ്പൊ യാത്ര ചെയ്യണ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, ബാഗ് ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, ഇപ്പൊ റൈഡിങ്ങിന്റെ ആണെങ്കിൽ പല സാധനങ്ങളുണ്ട്. നമ്മൾ അവരുടെ സാധനങ്ങളൊക്കെ ഇട്ട് അതെ അതൊക്കെ ഇട്ട് നമ്മൾ ബ്രാൻഡ് ഇത് പ്രൊമോട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത ജേർണീസിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതും ഒരു ഓപ്ഷനാണ്. പൈസ ചില നേരങ്ങളിലാണെങ്കിൽ നമ്മുടെ ബെന്നീസ് ട്രാവൽസ് ഇത് ചെയ്യും, ബെന്നീസ് ടൂർസ്. അതുപോലെ രമേശ് അടുത്ത റൈഡ് ഞാൻ സ്പോൺസർ ചെയ്യാം. നിങ്ങൾ ധൈര്യമായിട്ട് പറയാ, നിങ്ങൾ ഭയങ്കര കക്ഷിയാവാൻ പോവാ കേട്ടോ. അല്ല, അത്യാവശ്യം സ്പോൺസർ ആവശ്യം രമേശ് ജി ഇപ്പൊ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. രമേശ് ജി പോവാത്തോണ്ടാണ് അടുത്ത ഇത്രയും ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് ഞാൻ പോകാൻ തീരുമാനിക്കാം. അടുത്തത് എന്റെ ഇവന്റിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. രമേശ് ജി അടുത്ത ഇവന്റിലേക്ക് പോലും ഞാൻ സ്പോൺസർ ചെയ്യണം. ഓഫ് റോഡ് ഇവന്റിലേക്ക് പോലും ഞാനും സ്പോൺസർ ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.